ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ടീസ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതിലേക്കൊരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഞാൻ 2 വലിയ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ വഴന്ന് വരട്ടെ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കന് ഉപ്പും കുരുമുളകും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കണം. അതുപോലെ ഈ സ്റ്റോക്ക് കളയണ്ട കേട്ടോ. ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കിയത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ചിക്കൻ വേവിച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തത് ഇതുപോലെ ആയി വരണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഇത്രയും മതി. ഇനി കൂടുതലൊന്ന് സ്പൈസി ആയി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലത്തെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 50-50 ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉൾവശമാണ് കേട്ടോ മുകളിലേക്കായി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഫില്ലിങ് ആയതുകൊണ്ട് ബിസ്ക്കറ്റിൽ നന്നായിട്ട് തന്നെ സ്റ്റിക്കി ആയിട്ട് നിന്നോളും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മറ്റൊരു ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സാൻഡ്വിച്ച് ആക്കി എടുക്കുക. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. വീണ്ടും അതേ മുട്ടയിലേക്ക് തന്നെ വീണ്ടും ഒന്നും കൂടെ ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള കോട്ടിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാതും ഞാൻ 2 പ്രാവശ്യമാണ് കേട്ടോ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കളറ് മാറി വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഒരുപോലെ ഒരു കളറായി വരുമ്പോൾ ഇതുപോലെ ഒരു ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്, ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്